എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 മാർച്ച് 29 മഹാശനി മാറ്റം സംഭവിക്കുകയാണ്. ഈ ശനി മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ശനി ദോഷം വരുന്ന ധാരാളം രാശിയിൽപ്പെട്ട ആളുകൾ പലപ്പോഴായിട്ട് വിളിച്ചു ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. കന്നി രാശിക്കാർക്ക് ശനിമാറ്റം മൂലം ഉള്ള ഫലങ്ങളെക്കുറിച്ചാണ് പൊതുവിൽ ഇന്ന് ചിന്തിക്കുന്നത്. കന്നി രാശിയിൽ വരുന്നത് ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആറിൽ നിൽക്കുന്ന ശനി അവരുടെ കണ്ടകസ്ഥാനമായ 7ലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ സ്ഥാനം കൂടിയാണ്. അപ്പോൾ കണ്ടകശനി ദോഷം വരുന്ന സമയമാണ്. അപ്പോൾ കണ്ടകശനി ദോഷം വന്നു കഴിഞ്ഞാൽ യൂട്യൂബിലൂടെയും മറ്റും കണ്ടിട്ട് നിങ്ങൾ ഇത്രയധികം ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ശനി അങ്ങനെ വന്നു എന്നതുകൊണ്ട് മാത്രം വലിയ ദുരനുഭവങ്ങളൊന്നും ഈ രാശിക്കാരെ സംബന്ധിച്ച് വന്ന് ചേരുന്നതല്ല എന്ന് മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക. 7ൽ ശനി വന്നാൽ പ്രധാനമായിട്ടും ബാധിക്കുന്നത് ദാമ്പത്യ കലഹങ്ങൾ, ദാമ്പത്യപരമായിട്ട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹ തടസ്സങ്ങൾ, കാര്യങ്ങളൊക്കെ പൊതുവിൽ പറയേണ്ടതാണ്. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല എല്ലാ കാര്യങ്ങളെയും നമ്മൾ വിലയിരുത്തേണ്ടത്. നേരത്തെ പറഞ്ഞു ശനി വരുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനി കാര്യമായിട്ട് ഈ രാശിക്കാരെ ഉപദ്രവിക്കുന്നതല്ല. പിന്നെ നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ച് നിങ്ങളുടെ ഗ്രഹനിലയിൽ ശനി നിൽക്കുന്നത് തുലാൻ രാശിയിലോ മകരം കുംഭം രാശിയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശനി ബലവാനായിട്ട് നിൽക്കുമ്പോൾ ശനിദോഷം കാര്യമായിട്ട് ബാധിക്കുന്നതല്ല. കൂടാതെ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ജാതകത്തിൽ ശനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാകാലം നല്ല ശുഭഗ്രഹങ്ങളുടെ ബലമുള്ള ഒരു ദശാകാലമാണെങ്കിലും ദശയുടെ അപഹാരകാലമാണെങ്കിലും ശനിദോഷം കാര്യമായ രീതിയിൽ നിങ്ങളെ ബാധിക്കുന്നതല്ല എന്നും മനസ്സിലാക്കുക. ശനിദോഷത്തിന് പൊതുവെ ചെയ്യേണ്ട പരിഹാരം ശനിയാഴ്ചകളിൽ ശാസ്താവിൻ്റെ നടയിൽ ക്ഷേത്ര ദർശനം നടത്തി നടയിൽ എള്ളുതിരി തെളിച്ച് പ്രാർത്ഥിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഈ 3 സ്ഥലത്തും പോകണമെന്നില്ല, എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ശനിയാഴ്ച ഇപ്രകാരം ശാസ്താവിൻ്റെ നടയിൽ എള്ളുതിരി തെളിക്കുക വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതെങ്കിലും ചെയ്യുക. അപ്പോൾ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കണ്ടകശനിയാണ് എന്ന് കരുതിയിട്ട് അയ്യോ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വിഷയത്തെ കാണേണ്ടതില്ല. ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം അതിൻ്റെ ദോഷത്തെ മനസ്സിലാക്കാൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.